ഒരല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ രാഹുലിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടേതല്ല ഈ ശബ്ദമെന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് എന്തിനാണ് തിടുക്കം എന്നാണ് രാഹുൽ ചോദിക്കുന്നത്. നിഷേധിക്കൂ രാഹുൽ, നിങ്ങളുടേതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് തിടുക്കം? എൻ്റെ നിയമ നടപടികൾ വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ എന്ന്. ഓഡിയോ ക്ലിപ്പ് ഇങ്ങനെ നാട്ടിലൂടെ പ്രചരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തട്ടുപൊളിപ്പൻ ന്യായങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. രാഹുലെ, നിങ്ങൾ എന്താണ് ഈ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് കരുതിയത്? നിങ്ങൾക്ക് തോന്നും പോലെ മാധ്യമങ്ങളോട് നിങ്ങൾ ആക്രോശിക്കുന്നത് കണ്ടല്ലോ. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ അതിനെതിരെ പ്രതികരിക്കും, എൻ്റെ പ്രതികരണങ്ങൾ എനിക്ക് തോന്നുമ്പോൾ ചെയ്യുമെന്ന്. അത് നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു വേണം ചെയ്യാൻ. ഇത് പാരമ്പര്യമുള്ള, സംസ്കാരമുള്ള, ഈ നാടിൻ്റെ, ഈ രാജ്യത്തിൻ്റെ വലിയ രീതിയിലുള്ള വളർച്ചയിൽ ചേർന്ന് നിന്ന മഹാരഥന്മാർ ഉണ്ടാക്കി വെച്ച കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. ഇവിടെ കയറി നിന്ന് തിണ്ണ നിറങ്ങാൻ നിങ്ങളെ ആരും അനുവദിക്കില്ല. നിങ്ങൾക്ക് തോന്നുമ്പോൾ പ്രതികരിക്കണമെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടേത് മാത്രമായ ഒരു കാര്യത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ആളായിരിക്കണം. നിങ്ങൾ പാലക്കാട് MLA-യുടെ കപടമുഖത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ, ഒളിഞ്ഞും തെളിഞ്ഞും നടന്ന നിങ്ങൾ പയ്യെ പ്രത്യക്ഷത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളെ പല നേതാക്കളും ചേർത്ത് പിടിക്കുമ്പോൾ, ലീഗിന്റെ പല പരിപാടികൾക്കും നിങ്ങൾ പങ്കെടുക്കുമ്പോൾ, UDF-ഉം കോൺഗ്രസും നിങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ, നിങ്ങൾ ഇങ്ങനെ പല ആളുകളുടെ കൂടെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തി PR വർക്കിലൂടെ നിങ്ങളുടെ മുഖച്ഛായ മിനുക്കിയെടുത്ത് തിരിച്ചു വരാൻ നോക്കുമ്പോഴൊക്കെ നിങ്ങളെ ഈ നാട് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. നോക്കൂ, VD സതീശൻ എന്ന് പറയുന്ന നേതാവിന്റെ ചങ്കുറപ്പുണ്ടല്ലോ. ഞാൻ വരുന്ന പരിപാടിയിൽ രാഹുൽ ഇല്ല എന്ന ഉറപ്പുണ്ടെങ്കിലേ ഞാൻ പങ്കെടുക്കൂ എന്ന്. രാഹുൽ പോയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ ആ പരിപാടിയിലേക്ക് എത്തൂ എന്ന് നിരവധി പരാതികൾ ഒരുപക്ഷെ സതീശന്റെ മേശപ്പുറത്ത് കെട്ടിക്കിടക്കുന്നുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ബഹളത്തിൽ നിൽക്കുമ്പോ, നിയമസഭയിലേക്ക് നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോ, 2025 അവസാനവും 26 ആദ്യ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിലൊക്കെ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങി നിൽക്കുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചേർത്ത് നിർത്തി പോകുന്നതിന്റെ ഏറ്റവും വലിയ വിവരക്കേടും അതിന്റെ അപകടവും മനസ്സിലാക്കിയത് കൊണ്ടാവാം VD സതീശൻ ഒരു മുഴം മുമ്പേ എറിഞ്ഞ് മാറി നിൽക്കുന്നത്. ഈ നാട്ടിലെ മറ്റു നേതാക്കൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഇന്നലെ ശ്രീകണ്ഠന്റെ പ്രസ്താവന നമ്മൾ കണ്ടതല്ലേ, രാഹുലിനെ ഇങ്ങോട്ട് മിനുക്കിയെടുക്കാൻ ശ്രീകണ്ഠൻ കടന്ന് പാടുപെടുന്നത്. ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ രാഹുലെ, നിങ്ങളുടെ സൗണ്ട് അല്ല, നിങ്ങളുടെ ശബ്ദമല്ല എന്ന് നിഷേധിക്ക്. അത് നിഷേധിക്കാനുള്ള കെൽപ്പില്ലാത്തിടത്തോളം കാലം എത്ര പുറമേനി ചമഞ്ഞ് നടന്നാലും നിങ്ങൾ വെറും വേസ്റ്റായി തന്നെ ഈ നാട്ടിൽ തുടരും. നിങ്ങൾക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കാനുള്ള ഒരു പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ.